السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തോടുകൂടി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ധാരാളം ആളുകൾക്ക് വെളിച്ചം പകർന്ന ഒരു മഹത്തായ പരിപാടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഈ ഓണം. ഈ വർഷത്തിൽ അതിൻ്റെ ഭാഗമായി ചേരാൻ അവസരം സൃഷ്ടിച്ചവരാണ് നിങ്ങൾ. നിങ്ങളെ പ്രത്യേകമായി വിളിച്ചു ചേർത്ത് നിങ്ങളോട് പ്രത്യേകമായി നോക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു പ്രത്യേക സെഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖവുരകളൊന്നും ഇല്ലാതെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഗൗരവപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ അവസ്ഥകളും കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഈ സംസാരത്തിന്റെ ആകെ തുകയിൽ നിങ്ങൾക്ക് ഇത് മാത്രം മനസ്സിലാക്കാൻ കഴിയാൻ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് നാം എന്ത് ചിന്തിക്കുന്നു അതല്ല, പുതിയൊരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുക. ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ നാം ആലോചിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും അതിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏറ്റവും വലിയ സാഹചര്യ മാറ്റം മരണമാണ്. മരണം നമ്മുടെ മുമ്പിൽ ഒരിക്കലും നാം കാണാത്ത പുതിയൊരു ലോകത്തെ തുറക്കും. നമുക്ക് പരിചയമില്ലാത്ത അനുഭവങ്ങളുടെ പുതിയൊരു ലോകത്തിലേക്കാണ് മരണം നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തന്നെ മരണ സന്ദർഭത്തിൽ ഒരു വ്യക്തി പറയുമെന്ന് പറഞ്ഞ ഖുർആനിക വചനങ്ങളും മരണത്തിനപ്പുറത്ത് കാണുന്നതും മറ്റൊന്നാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും, ഈ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ മരണത്തെയും മരണത്തിൻ്റെ അപ്പുറത്തുമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോളുന്നില്ല. വിശ്വസിക്കുന്നു, നാം ദൃഢമായി വിശ്വസിക്കുന്നു. പക്ഷേ മരണത്തിനപ്പുറത്തുള്ള ജീവിതം പുതിയൊരു സാഹചര്യമാകൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് ആ സാഹചര്യത്തെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുക സാധ്യമല്ല. ഉണ്ടാകും. കാരണം 1400 കൊല്ലങ്ങൾ പഴക്കമുള്ള വിശുദ്ധ ഖുർആൻ കാലങ്ങളെ അതിജീവിച്ചുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൽ പറഞ്ഞ നരകവും സ്വർഗവും നടക്കും നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഈ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു നരകത്തെക്കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. വലഖദ് കശഫ്നാ അൻക ഗിത്വാഅക ഫബസറുകൽ യൗമ ഹദീദ്. വലഖദ് കശഫ്നാ അൻക ഗിത്വാഅക, നിന്റെ കണ്ണിന്റെ മൂടികളെ നാം നീക്കിക്കളയും. ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ചകൾക്ക് മൂർച്ച ലഭിച്ചിരിക്കുന്ന. ഇവിടുത്തെ ഒരു വെൽഡിങ് ചെയ്യുന്ന വെളിച്ചം പോലും കാണാൻ ഈ കണ്ണുകൾക്ക് ശക്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ കണ്ണിരുട്ടടക്കുമെങ്കിൽ നരകത്തെ കാണാൻ ഈ കണ്ണിന് പറ്റൂ. അതൊരു പുതിയ കണ്ണുകൊണ്ടാണ് കാണുക. സ്വർഗത്തിന്റെ അനുഭവങ്ങൾക്ക് ഈ ലോകത്തെ അനുഭവങ്ങളോടൊരു ബന്ധവുമില്ല.
ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയാൻ പറ്റൂല എന്തൊക്കെ സൗകര്യങ്ങളാണ് അള്ളാഹു അവിടെ നിറച്ചു വെച്ചത്. ഇവിടുന്ന് വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ ഉള്ളത്. മരിക്കുന്നത് വരെ മനുഷ്യന്റെ മനസ്സെന്താ അറിയും, സഹായിക്കാൻ ആളുണ്ടെന്നതാണ്. മരിക്കുന്ന കട്ടിലാണ് ഏറ്റവും അധികം സഹായ ഹസ്തങ്ങൾ വരിക. എല്ലാ ബന്ധുക്കളും വരും. എന്നോ കണ്ടു മറന്ന സുഹൃത്തുക്കൾ പോലും ഹോസ്പിറ്റലിൽ മരിക്കാനായ രോഗിയെ തേടിയെത്തും. എല്ലാവരും തന്നെ സഹായിക്കാനുണ്ടെന്ന് തോന്നും. പക്ഷെ മരണത്തിന്റെ അനുഭവങ്ങൾ തുടങ്ങുമ്പോൾ അവൻ ചോദിക്കും വക്കീലമൻ റാക്ക്, ഒരു ചെറിയ രക്ഷയ്ക്കും സഹായത്തിനും ആരെന്ന് ചോദിക്കും. അതൊരു പുതിയ സാഹചര്യമാണ് മരണം, ഒരു പുതിയ ലോകമാണ് പരലോകം. അതുകൊണ്ട് പലപ്പോഴും ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പരലോകത്തെ ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം തോന്നിയാലും അതുണ്ടാകും. സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇതുവരെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ളൊരു മുഖവുരയാണ് ഞാൻ പറയുന്നത്. ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട്. ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ ബുദ്ധിയുള്ളവരാണ് നമ്മളൊക്കെ. 5 തലയുള്ള സർപ്പത്തെ കണ്ടു ഉറക്കത്തിൽ. എന്നാൽ ആ സ്വപ്നം ഒരു വ്യാജമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കും. ഞാൻ എന്തിനു പേടിക്കണം, 5 തലയുള്ള സർപ്പം ഉണ്ടാവും, ഞാൻ എന്തിനാ വെറുതെ പേടിക്കുന്നു എന്ന് ഉറക്കത്തിൽ ഒരാൾ ചിന്തിച്ചു. ഉറക്കത്തിന്റെ സാഹചര്യത്തിൽ അത് വിശ്വസിക്കും. ചിലപ്പോൾ അലറി വിളിച്ചു കരയും, ചിലപ്പോൾ ഞെട്ടി ഉണരും. ഉറക്കത്തിൽ ഒരിക്കലും അത് വ്യാജമാണെന്ന് വിചാരിക്കാൻ, ബുദ്ധിശൂന്യമാണെന്ന് വിചാരിക്കാൻ പറ്റൂല. പക്ഷെ രാവിലെ ഉണരുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, രാത്രി ഞാൻ എന്തിനു പേടിച്ചു, കാരണം അങ്ങനത്തെ ഒരു സ്വപ്നം സത്യമാവില്ലല്ലോ എന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം. ഇതുപോലെ മരണം ഒരു പുതിയ സാഹചര്യമാണ്, സ്വർഗം പുതിയൊരു സാഹചര്യമാണ്, നരകം പുതിയൊരു സാഹചര്യമാണ്. അവിടേക്ക് എത്തുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ടി വരും എന്ന് മാത്രം മുഖവുരയായി ഞാൻ പറയാം. അതുകൊണ്ട് ഈ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറാനും മുന്നോട്ട് പോകാനും നമുക്ക് പറ്റണം. സഹോദരിമാരെ, ഗൗരവപരമായ ചില കാര്യങ്ങൾ ഇത് വെച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, എല്ലാവരും നമ്മളെ സഹായിക്കും. വളരെ ആകാംക്ഷയോടുകൂടെ നമുക്കൊരു മൊബൈൽ ഫോൺ സ്വന്തമായി തന്ന് ഓരോ നിമിഷത്തിലും ക്ലാസ്സിലെത്തിയോ, തിരിച്ചു വന്നോ, ഭക്ഷണം കഴിച്ചോ, ഇന്നത്തെ ഭക്ഷണം തൃപ്തിയായോ എന്ന് ഓരോ നേരവും വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ. മുമ്പത്തെ വിദ്യാർത്ഥികൾ മാസത്തിലൊരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ വാപ്പയും ഉമ്മയും ചോദിക്കും, അല്ല എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം. ഇന്നങ്ങനെയല്ല, ഇന്നത്തെ പ്രാതൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ രാത്രി ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് നിരീക്ഷിക്കാൻ നിങ്ങളോടൊപ്പം ആളുകളുണ്ട്. പക്ഷേ നിസ്സഹായമായ പല ഫോൺ വിളികളും നിങ്ങളെക്കാളും അത്യുന്നതകളിൽ എത്തിയവരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടവർ ഒട്ടേറെ പേരുണ്ടാകാം. ജീവിതത്തിൻ്റെ സാഹചര്യം മാറുമ്പോൾ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾക്കൊന്നും അർത്ഥമില്ല. അവിടെ നമുക്ക് ചില സഹായങ്ങൾ ആവശ്യമായും ചില ശക്തി നമുക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് ഇന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെപ്പോലും റോഡ് മുറിച്ച് കിടക്കാൻ കയ്യിൽ പിടിക്കാൻ ഉമ്മ കൂടെയുണ്ട്, വാപ്പ കൂടെയുണ്ട്. പണ്ടത്തെ കാലത്ത് LP സ്കൂളിലേക്ക് പോകുന്ന കുട്ടി റോഡിന് കുറുകെ ഓടുമ്പോൾ നമ്മൾ പേടിച്ചിരുന്നു. എല്ലാറ്റിനും ആളുണ്ട്. ഹോസ്റ്റലിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു, തിരിച്ചേൽപ്പിക്കുന്നു, നിരീക്ഷിക്കാൻ. നാം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സമയമുണ്ട് ജീവിതത്തിൽ. ഒരു ഉമ്മയായി, അല്ലെങ്കിൽ ഒരു ഭാര്യയായി, ഒരു കുടുംബിനിയായി ജീവിക്കേണ്ട ഒരു സന്ദർഭം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അതുകൊണ്ട് നല്ലതെന്താ, നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എല്ലാ നിലക്കും ജീവിതത്തിൻ്റെ സമയത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ജീവിച്ചു തുടങ്ങിയാൽ നന്നാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഏകാന്തത, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, ഞാനിനി എന്തു ചെയ്യും എന്ന് തോന്നുന്ന ചില ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. അതിന് മുമ്പ് നല്ലതെന്താ, ഒരു ശക്തി നമ്മൾ സംഭരിക്കാം. ഓരോരോ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു വീഴുമ്പോൾ ഇതുവരെ ഒരു ഭാരവും വഹിക്കാത്ത ഹൃദയം ദുർബലമായി, അത് ഒരു പക്ഷേ മരണത്തെ തിരഞ്ഞെടുക്കാൻ പോലും മടിക്കാത്ത, ആത്മഹത്യ പെട്ടെന്നുള്ളൊരു പരിഹാരമായി വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും മുമ്പ് കുറച്ച് ധൈര്യത്തോടെ ജീവിക്കാം. അതിനൊരു പക്ഷേ ഈ ക്ലാസ്സുകളും സംസാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എത്ര സ്വതന്ത്രമാണെന്നറിയങ്ങൾ ഒരു വിശ്വാസിൻ്റെ ജീവിതം. ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. നിങ്ങൾ ശരിക്കും അള്ളാഹുവിൽ ശരിയായ രൂപത്തിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസക്കും കമാ യുർസഖു ത്വയ്ർ. നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. രാവിലെ കൂട്ടിൽ നിന്നും ഒരു പക്ഷി വാപ്പൊളിച്ച് കരയുന്ന തൻ്റെ കുട്ടികൾക്ക് ആഹാരം തേടി, തൻ്റെ വയറ് നിറക്കണം, കുട്ടികൾക്ക് ആഹാരം വേണം. എവിടെ കിട്ടും എന്ന് അതിനറിയില്ല. എനിക്കെൻ്റെ ജോലിസ്ഥലം എവിടെയാണെന്നറിയാം, പക്ഷെ പക്ഷിക്കറിയുമോ തനിക്ക് കിട്ടേണ്ട ധാന്യമണികൾ എവിടെയാണെന്ന്? താൻ കൊത്തിപ്പറിക്കുന്ന കീടങ്ങളും
പുഴുക്കളും എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അത് പറക്കും. അത് ആത്മവിശ്വാസത്തോടെ പറക്കും. എവിടെ നിന്നെങ്കിലും അതിൻ്റെ വയറ് നിറയും. ഹിമാസൻ, വയറൊട്ടിക്കൊണ്ട് പറക്കും. പക്ഷേ ബിത്താനൻ, വയറ് നിറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. രാവിലെ പോയാൽ മാത്രം മതി. സത്യത്തിലൊരു വിശ്വാസിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നു. ഒന്നും പേടിക്കണ്ട. കാരണം ആ ഒരു ധൈര്യം ആവശ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യ വർഷം പൂർത്തിയായിട്ടുള്ളൂ. ചെറിയ മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോൾ തൽക്കാലം ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് അവർ വാപ്പയും ഉമ്മയൊക്കെ കോളേജിൻ്റെ അടുക്കലേക്ക് ഒരു വാടക വീടെടുത്ത് താമസമാക്കി. അങ്ങനെയൊക്കെ സമാശ്വസിപ്പിച്ചിട്ടും ആ കുട്ടിക്ക് ധൈര്യം കിട്ടിയില്ല. അവൾ കോഴ്സ് അവസാനിപ്പിച്ച് തിരിച്ചുപോയി. ഇന്ന് അവൾ ഒരു പഠനത്തിലുമല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എന്തേ? ഒരു ആത്മധൈര്യമില്ലായ്മ. സഹോദരിമാർ, ഏറ്റവും അനിവാര്യമാണത്. നമ്മുടെ വാപ്പയുടെയോ ഉമ്മയുടെയോ ആരുടെ സപ്പോർട്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല. നമുക്കെല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു രക്ഷിതാവ് അള്ളാഹു. അതൊരു വല്ലാത്ത വിശ്വാസമാണ് നമുക്ക്. ഒന്നും ഭയപ്പെടാനില്ലാതെ ഏതു സന്ദർഭങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏത് പ്രതിസന്ധികളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അവനിൽ ശരിക്ക് ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണമെന്നറിയൂ? ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അവന് കൊടുക്കണം. നമ്മുടെ എന്തിനേക്കാളും പ്രാധാന്യം അവന് കൊടുക്കുമ്പോൾ എന്തു കാര്യവും അവനെ ഏൽപ്പിക്കാനും അവനുമായുള്ള ബന്ധം നല്ല രൂപത്തിലാണെങ്കിൽ അവനിൽ പ്രതീക്ഷ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാനും പറ്റും. ഉറങ്ങുമ്പോൾ എന്തിനു പേടിക്കണം? ഉറങ്ങുമ്പോൾ ചെല്ലാളതൊക്കെ കിടന്ന് പ്രാർത്ഥിച്ചുറങ്ങിയാൽ ഒന്നും ഭയപ്പെടാനില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ ഒരു PG വിദ്യാർത്ഥിയെ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് കയ്യിലും കാലിലുമൊക്കെ പിന്നെ കനം കടിപ്പിച്ച് ഗ്ലൂക്കോസ് കുത്തി കിടക്കുന്ന ഒരവസ്ഥ. മുഖം മനസ്സിലാകുന്ന പോലുമില്ല. ഒരു യാത്ര ഉണ്ടാക്കുന്ന ദുരിതം, അപകടം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പക്ഷെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മന്ദർ വസൂഇൽ മുൻകലബി ഫിൽ മാലി വല്ലഹിൽ. പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മ എന്ത്? ഇങ്ങനെ ഒരു അപകടം എനിക്ക് വരാണ്ട്, പടച്ചോനെ വിഷമകരമായ ഒരു പര്യവസാനം എനിക്ക് ഉണ്ടാക്കരുത് എന്നൊക്കെ ഞാൻ പടച്ചോനോട് പറഞ്ഞ് ഏൽപ്പിച്ചാണ് പോയത്. ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ എന്തിനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനൊന്നും ഭയപ്പെടാനാണ്. ആ പക്ഷിയെപ്പോലെ ശൂന്യ ഹൃദയത്തോടെ നാളെ എന്തെന്നില്ല, ഇന്നത്തെ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നല്ലൊരു വിശ്വാസിനിയായി മുന്നോട്ട് പോവുക. ഈ പ്രോഫ്കോൺ നിങ്ങൾക്ക് കിട്ടുന്ന ശരിയായ മതപരമായ ദിശാബോധം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം നിങ്ങളതിനെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നിലും നമ്മുടെ തീരുമാനമാണ് ശരി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്ന പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ മാത്രമേ സഹോദരിമാരെ നമുക്ക് ആത്യന്തികമായ സമാധാന ശാന്തി പകരുള്ളൂ. കുറേ ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ ആ ന്യായങ്ങളൊന്നും പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ നിലപാട് ശരിയായിക്കോണമെന്നില്ല. പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടോ, ഖുർആൻ കൊണ്ട് യോജിക്കുന്നുണ്ടോ, ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ആഹ്ലാദം ജീവിതത്തിൽ പകരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാം? ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഏതാണ്? ചില സഹോദരിമാർ പറയും അല്പസമയം മ്യൂസിക് കേട്ടിരിക്കുമ്പോൾ, അല്ല, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുമ്പോൾ, പലതും പറയാനുണ്ടാവും. അല്ലെങ്കിൽ ആത്മബന്ധമുള്ള ഒരു സുഹൃത്തുമായി അല്പസമയം പങ്കിടുമ്പോൾ പല മറുപടി ഉണ്ടാവും. പക്ഷെ ഞാനൊരു മറുപടി പറയട്ടെ. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായി സന്തോഷത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഏറ്റവും ആനന്ദകരമായ നിമിഷം, സന്തോഷത്തോടെ ഉറങ്ങാൻ, സന്തോഷത്തോടെ പഠിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണ് മാർഗം? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറഞ്ഞു കൊടുക്കുക അവർക്ക്. അള്ളാഹുവിൻ്റെ ഔദാര്യം, കാരുണ്യമാണ് ഖുർആൻ. ആ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ആഹ്ലാദിച്ചു കൊള്ളട്ടെ എന്നാണ്. അവരെന്തൊരുമിച്ച് കൂട്ടുന്നുവോ അതിനേക്കാളും ആനന്ദം പകരാൻ ഖുർആനിന് പറ്റുന്നതാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് ഖുർആൻ കാണിച്ചു തരുന്ന ഒരു വഴിയിലൂടെ നാം നടന്നാൽ അത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമായ ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കും. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാണ് പതിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. എന്തായാലും കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. പൊതുവേ പിന്നെ പ്രൊഫഷണൽ സ്ഥാപനം പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ, മറ്റു പ്രശ്നങ്ങളൊക്കെ വളരെ പ്രയാസമാണ്. ഇപ്പം എന്തെങ്കിലും മനസ്സിനൊരു ഉല്ലാസമില്ലാതെ ഒരു മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, മനസ്സിനൊരു ഉല്ലാസത്തിന് ഒരു പെൺകുട്ടികൾ എന്ന നിലക്ക് നിങ്ങൾ
നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യമുണ്ടാകും. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആ മനസ്സിന് സന്തോഷം പകരുന്നത്? ചില ആളുകൾ മ്യൂസിക്കുകൾ കേൾക്കലായിരിക്കും, ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സിനിമകളോ സീരിയലുകളോ കാണലായിരിക്കും, ചില ആളുകൾക്ക് എന്തെങ്കിലും ചിത്രങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി മനസ്സിനില്ലാതെ മനുഷ്യൻ്റെ മനസ്സിനൊരു വിശ്രമം നൽകാൻ പറ്റൂല. എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിന് ആശ്വാസവും സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഖുർആനാണെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്കതിനുള്ള മാനസികമായ അവസ്ഥ നൽകും. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നോട് നിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ വിയോജിക്കുന്ന ഒരു കാര്യം തന്നെ ഞാൻ ഉദാഹരണമായി പറയാം. ഇവിടെയുള്ള ക്വസ്റ്റ്യനുകൾ പരിശോധിച്ചപ്പോൾ അതിലും ഏറ്റവും അധികം കണ്ടൊരു സംഗതിയാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൽ എന്തു തെറ്റ് എന്ന് മണിക്കൂറുകളോളം ന്യായങ്ങൾ പറഞ്ഞ് ചോദിച്ചവരെക്കൊണ്ട് ഞാൻ രണ്ട് സംഭവങ്ങൾ ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി വൈകി വന്ന രണ്ട് കുട്ടികൾ. എല്ലാ അഡ്മിഷനും പൂർത്തിയായതിനു ശേഷം വന്നവരാണ്. അപ്പോൾ വന്നപ്പോൾ ശേഷം കൗണ്ടറിൽ വെച്ച് രണ്ടാളും ഫോം പൂരിപ്പിക്കുമ്പോൾ ഒന്നിച്ച് ചർച്ച ചെയ്ത് പൂരിപ്പിക്കാന്നേ വിചാരിച്ചുള്ളൂ. ആ ചർച്ച പ്രണയമായി, ബന്ധമായി. അതിൻ്റെ അവസാന ചരിത്രം പറഞ്ഞാൽ ഇടയിലുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. അവസാനത്തെ ചിത്രം എന്താണ് അറിയുന്നത്? അതിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് അവർ താമസിച്ചു. പിന്നെ വിവാഹം കഴിഞ്ഞു. ആ കക്ഷി കൺവെർട്ട് ചെയ്തു. അവരൊന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അവർ പിന്നെ പഠനത്തിൻ്റെ ഭാഗമായി സൈഡായിട്ട് അവർ ബിസിനസ്സുകൾ തുടങ്ങി. ഒരേ ബൈക്കിൽ യാത്ര ചെയ്ത് ബിസിനസ്സും പഠനവുമായി ജോറായി 2 കൊല്ലം. പിന്നെ കണ്ടതെന്താ നിങ്ങൾ? രാത്രി അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഒറ്റക്കുറങ്ങുമ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ എടുത്ത ഉടനെ അപ്പുറത്തൊരു സ്ത്രീയുടെ ശബ്ദം. ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ വീട്ടിലാണെന്നാണ് യഥാർത്ഥത്തിൽ ആ വിളിക്കുന്ന പെൺകുട്ടി വിചാരിക്കുന്നത്. ഇവളെപ്പോലെ അവൻ കൊണ്ടു നടക്കുന്ന മറ്റൊരു പെൺകുട്ടി. നിങ്ങൾ എല്ലാവരെയും അവിശ്വസിക്കാൻ വേണ്ടി പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതായിരുന്നാലും അതവിടെ അവസാനിക്കുക മാത്രമല്ല, അവനിപ്പോൾ തിരുവനന്തപുരത്ത് പഴയ മതക്കാരനായി ജീവിക്കുന്നു. അതിനപ്പുറം ആ പെൺകുട്ടിയോട് ആരോ കാണിച്ചൊരു ഔദാര്യം, കോഴ്സ് നഷ്ടപ്പെട്ടെങ്കിലും അവൾക്കിന്നൊരു വിവാഹ ജീവിതമുണ്ട്. രണ്ടാമത്തതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ നിക്കാഹ് നടത്തിയതാണ് ആ വിവാഹം. എനിക്ക് നേരിട്ട് കഥകളല്ല, പത്രത്തിൽ വായിച്ചതല്ല. രണ്ടാമത്തൊന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് രണ്ടാമത്തൊന്ന്, ഒരു രക്ഷിതാവും നല്ല ഏറ്റവും 10-30 ലക്ഷം രൂപ വിലമുള്ള ഒരു വാഹനത്തിലാണ് അയാൾ എന്നെയും എൻ്റെ സുഹൃത്തിനെയും തിരഞ്ഞു വന്നു. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം വാഹനത്തിൻ്റെ പിറക് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് മുന്നിൽ കയറാൻ സ്ഥലമുണ്ടല്ലോ, വിശാലാണല്ലോ, കയറിക്കൂടെ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, മൗലവി, അഭിമുഖീകരിക്കാൻ പറ്റില്ല നാട്ടുകാരെ, അത്രയും വലിയ മാനക്കടാണ് അവൾ എനിക്ക് വരുത്തി വെച്ചത്, ഞാൻ ബാക്കിലിരിക്കാം. വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഗേറ്റ് പോലും അടച്ചതിന് ശേഷമാണ് ആ പിതാവ് പുറത്തിറങ്ങിയത്. മാനസികമായി അങ്ങേയറ്റം വിഷമിച്ച് കണ്ണുകളൊക്കെ കുഴിയിൽ പോയ ഒരു പെൺകുട്ടി, MScക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ കഥാപാത്രം. എന്താണ് പിതാവിൻ്റെ ആവശ്യം? നാളെ എറണാകുളത്തെ ഹൈക്കോടതിയിൽ കേസുണ്ട്. കോടതിയിൽ വെച്ച് അവൾ ഞാൻ വാപ്പൻ്റെ കൂടെ പോകുന്നു എന്നൊന്ന് പറയിപ്പിക്കണം. ഞാൻ 21 വയസ്സ് വരെ ചെലവ് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഞാൻ പഠിപ്പിച്ച എൻ്റെ മോളെ കൊണ്ട് ഞാൻ എൻ്റെ വാപ്പയുടെ കൂടെ പോകുന്നു എന്ന് എന്നെ പരിഹസിക്കാൻ നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ കോടതിയിലൊന്ന് പറയാൻ അവളോടൊന്ന് പറയൂന്ന് അവൾ പറയുന്നതിനൊക്കെ അവൾക്ക് ന്യായമുണ്ട്. എത്രയോ വർഷമായി ആ വീട്ടിലെ ഡ്രൈവറായിരുന്ന SSLC പോലും കഴിയാത്ത ഒരു കക്ഷിയുമായിട്ടാണ് PGക്ക് പഠിക്കുന്ന MScക്ക് പഠിക്കുന്ന അവൾക്ക് ബന്ധം. അയാൾ മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ലോഡ്ജിൽ താമസിച്ച് ഹിന്ദു വേഷം ധരിപ്പിച്ച് അമ്പലത്തിൽ പോയി മാലയിട്ടപ്പോഴും അയാൾ അവളോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാകും, നമുക്ക് മുസ്ലിമായി തന്നെ ജീവിക്കാൻ പറ്റും, തൽക്കാലം ഈ ആചാരങ്ങൾക്ക് വഴിപ്പെടുന്ന. അതൊക്കെ വിശ്വസിച്ച് അവൾ ജീവിച്ചു. അവസാനം അയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അയാൾ തികച്ചും എല്ലാ തോന്നിവാസങ്ങളും ഒന്നിച്ചു കൊണ്ടിടക്കുന്ന ആളാണെന്ന് തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ ഞെട്ടി. കോടതിയിൽ തിരിച്ചു പറഞ്ഞു, അവളെ വാപ്പക്ക് തിരിച്ചു കിട്ടി. ഞാനിത് പറയുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങളെ വ്യാകുലപ്പെടുത്താനല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടിൽ നമ്മൾ എത്തിയാൽ പിന്നെ അത് ശരിയായിരിക്കുന്നു നിലപാടെടുക്കണ്ടെങ്കിലും പടച്ചോൻ പറഞ്ഞു എന്നുള്ളതാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. എന്തേ അല്ലാഹ് പറഞ്ഞു? അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. സ്വന്തം
അല്ലാത്തവരിൽ അവരൊരു മോഹം പോലും, ലൈംഗിക രംഗത്തുള്ളൊരു മോഹം പോലും ഹൃദയത്തിൽ അവർ കൊണ്ടു നടന്നാൽ അതേ അപ്പോൾ അവർ അതിരുകളെ, വഴികളെ, അതിർവരമ്പുകൾക്കപ്പുറത്തു കടന്നിരിക്കുന്നു എന്നാണ്. അതിർവരമ്പുകൾ അപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ അതിരുകളില്ല, പിന്നെ എലിയും പോകാം. അതിരുകൾ കോമ്പൗണ്ടിന് അപ്പുറത്ത് കടന്നാൽ പിന്നെ എതിരെയും പോകാം. അതുവരെ മാത്രമേ അതിരുകളുള്ളൂ. സഹോദരങ്ങളെ, സൂക്ഷ്മത വളരെ അനിവാര്യമാണ്. സൂറത്തു നൂറിൽ നേരിട്ട് പറയുന്നത് കേട്ടോളി. പലപ്പോഴും ചില ആളുകൾ വിചാരിച്ചത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിനെ എങ്ങനെ നോക്കിയിരുന്നാൽ അതേ തെറ്റുള്ളൂ എന്നാണ്. ഒരു വൈകാരികമായ മാനസികാവസ്ഥയോടുകൂടെ അതിനെ പോലെ തത്തുല്യമായ തെറ്റാണ് ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷനെ നോക്കുന്നുവെങ്കിൽ. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയൂ പ്രവാചകരെ, ദൃഷ്ടികളെ താഴ്ത്താൻ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ അവരോട് പറയണമെന്നാണ്. എത്ര കൃത്യമാണ് ഖുർആന്റെ പരാമർശം. അപ്പൊ നോക്കണത് തെറ്റോ എന്ന് ചോദിച്ചാൽ എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ഒരു സ്ത്രീയും പുരുഷനും എപ്പോഴെങ്കിലും തനിച്ചായാൽ പിശാച് അവർക്കിടയിൽ ഇടപെടാതിരിക്കൂല എന്ന് റസൂലുള്ള പറഞ്ഞാൽ എനിക്ക് മാത്രം അങ്ങനെ തോന്നലില്ല. 100% ഒരു പൂർണ്ണമായൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് അത് വിവാഹത്തിലെത്തിയത്? അങ്ങനെയാണെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനെങ്കിലും ഒരേകാന്തമായ ഒത്തുചേരലിനെ സൂക്ഷിക്കേണ്ടതായിരുന്നല്ലോ. സഹോദരിമാരെ, മനസ്സിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മനസ്സുകൾക്ക് എന്തു സംഭവിക്കുമെന്ന് പറയാൻ അവനെ പറ്റൂ. അള്ളാഹുവിൻ്റെ ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മുടെ മനസ്സും മസ്തിഷ്കവും സംവിധാനിച്ചവന് മാത്രമേ അതിന് മാർഗനിർദ്ദേശം നൽകാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എവിടെയും ആ മാർഗനിർദ്ദേശങ്ങളെ സ്വീകരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഒന്ന് ഞാൻ പറയാം, വിവാഹത്തിന് മുമ്പ് ദമ്പതികളായി ജീവിച്ചവർക്ക് വിവാഹത്തോടു കൂടെ, അവർ തമ്മിലുള്ള വിവാഹമാണെങ്കിലും വിവാഹത്തോടു കൂടെ ജീവിതം അവസാനിച്ചു. പിന്നെ തുടങ്ങുന്നത് ജീവിതത്തിൻ്റെ കലാപപരമായ ഒരു അന്തരീക്ഷമാണ്. അതും ഞാൻ വെറുതെ ഊഹിച്ചു പറയുന്നതല്ല, അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുമ്പോഴൊക്കെ എങ്ങനെ അഭിസംബോധന ചെയ്യുക? സ്വന്തം കൂടെയുള്ള സ്നേഹിതനെ എടാ എന്ന് വിളിക്കാം, നീ എന്ന് പറയാം, എങ്ങനെ ബഹുമാനമില്ലാതെയും അഭിസംബോധന ചെയ്യാം. എന്നാൽ നാളെ അവൾ എൻ്റെ ഭാര്യയായാൽ നേരം പുലർന്നാൽ എൻ്റെ സ്വഭാവം മാറും. അവൾ എനിക്ക് കീഴ്പ്പെടേണ്ടവളാണ്, അനുസരിക്കേണ്ടവരാണ്. തൽക്കാലം ഇന്നലത്തെ വരെ ബന്ധത്തിൻ്റെ ശൈലി ഒന്ന് മാറുമ്പോൾ, സ്റ്റൈലൊന്ന് മാറുമ്പോൾ പിന്നത്തെ ഓരോ വാക്കും സംഘർഷമാണ്, ഓരോ വർത്തമാനങ്ങളും പ്രശ്നങ്ങളാണ്. സൂക്ഷിച്ചാൽ നിങ്ങൾക്കു നന്ന്, മാതാപിതാക്കൾക്കല്ല, നമുക്ക് ഓരോരുത്തർക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പൂമുഖത്ത് അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ ഗ്ലാസ്സിൽ വെച്ച ആ പുഷ്പമില്ലേ, അതുപോലെയാണ്. ഓരോ അതിഥി പോകുമ്പോഴും ആ വീട്ടുകാരൻ ശ്രദ്ധിക്കുന്നു, ആ ഫ്ലവർ വേസ് തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പോകുന്ന അതിഥികൾ ഏതെങ്കിലും ഒരു അതിഥി അശ്രദ്ധനായി ഒന്ന് തട്ടിയാലോ അത് മറിഞ്ഞ് താഴെ ഉടയും. ഒരു പക്ഷേ അതിഥികളെ സ്വീകരിക്കുന്ന സമയം അത്രയും അതിൻ്റെ ഗ്ലാസുകൾ പെറുക്കിയെടുക്കേണ്ടി വരും. സഹോദരിമാരെ, ഒന്ന് തൊട്ടാൽ ഒരു പക്ഷേ അപകടങ്ങൾ സംഭവിച്ചു പോകും എന്ന സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ചിന്തിക്കുന്നത് നല്ലത്, നല്ല സ്വപ്നങ്ങൾ നമുക്ക് നല്ലതാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലക്ക് ചില ദൗത്യങ്ങളുണ്ട് സഹോദരിമാരെ. അത് നിർവഹിക്കുമ്പോഴേ അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും നമുക്ക് ലഭിക്കുള്ളൂ. എന്തായാലും ആണും പെണ്ണും ഒരുപോലെയാണെന്ന് നിങ്ങൾ ആരും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ത്രീയുടെ അനുഭവം ഒരു സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, ഒരു പുരുഷൻ്റെ അനുഭവം ഒരു പുരുഷന് മാത്രമേ ഉള്ളൂ. ഒരു വാപ്പ എന്ന നിലക്ക് മാത്രമുള്ള സന്തോഷമേ എൻ്റെ കുട്ടികളിൽ നിന്ന് എനിക്ക് ലഭിക്കൂ. ഉമ്മ എന്ന സന്തോഷം എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു പക്ഷേ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒരു മകൾ എന്ന നിലക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കടമകൾ നിർവഹിക്കാതെ ജീവിതത്തിന് എന്താ അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു BScയോ അല്ലെങ്കിൽ ഒരു MBBSോ കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഗൾഫിലോ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നല്ല സുഖം, നല്ല ജോലി, രണ്ടാക്കും ശമ്പളം ഒക്കെ ഉണ്ട്. പക്ഷേ നാം ഒരു മകൾ മാത്രമേ വാപ്പക്കും ഉമ്മക്കുള്ളൂ. ഇപ്പോൾ വീട്ടിൽ വാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക്, ഓരോ സന്ദർഭത്തിലും അവരെ ചികിത്സിക്കാനും പരീക്ഷിക്കാനും ആളില്ലാത്ത വിഷമം. പക്ഷെ ഒരിക്കലും വാപ്പയും ഉമ്മയും നിർബന്ധിക്കുന്നില്ല, ഒന്നുണ്ട് വരിങ്ങളെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തന്നെ നിന്നോളി, നിങ്ങളുടെ ഭാവിക്കഥ നല്ല, ഞങ്ങൾക്കൊരു പ്രയാസമല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഓരോ പ്രഭാതവും മനസാക്ഷിക്കുത്തോടെയല്ലേ എഴുന്നേറ്റ് വരുന്നത്? എന്താ നാട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് നിലവാരം കുറഞ്ഞാലും ശമ്പളം കുറഞ്ഞാലും ഒരാത്മസംതൃപ്തി ഉണ്ടാവില്ല മനസ്സിക്ക്. പ്രധാനമാണ് സഹോദരിമാരെ. ഒരു മകളാണ്,
ഒരു വാപ്പക്ക് നിങ്ങളെപ്പറ്റി പ്രതീക്ഷകളുണ്ട്, ആശങ്കകളുണ്ട്, ഒരു സംശയമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രം: ഇന്നു നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പിതാവ് അറിഞ്ഞാൽ അയാൾ വേദനിക്കുമോ? ഇന്നു നിങ്ങൾ ആരാണ്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വാപ്പയോടും ഉമ്മയോടും തുറന്നു പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കെല്ലാം നൽകുന്ന നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അനുവാദം നൽകുമെങ്കിൽ നിങ്ങളുടെ നിലപാട് ശരിയാണ്. അല്ല, അവരിൽ നിന്ന് മനഃപൂർവ്വം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു നമ്പർ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത സ്വകാര്യങ്ങളോ ബന്ധങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ, തീർച്ച അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഒരു സംശയമില്ല. ഒരു വാപ്പക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, ഒരു ഉമ്മക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. റബ്ബി ഫി റിദൽ വാലിദീൻ. ജീവിതത്തിൽ കുരുത്തം കിട്ടണോ? വാപ്പയുടെ കുരുത്തത്തിലാണ് അള്ളാഹുവിന്റെ കുരുത്തം. അവരുടെ ദേശത്തിലാണ് അള്ളാഹുവിന്റെ ദേഷ്യം. നമ്മുടെ എന്തു കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു കടാക്ഷം, ഒരു സ്നേഹം വേണോ? മാതാപിതാക്കളുടെ തൃപ്തി വേണം. അവരെ വഞ്ചിച്ചും അവരെ പറ്റിച്ചും അവർ തരുന്ന പണം അവർക്കിഷ്ടമില്ലാത്ത, അവർക്ക് വിരുദ്ധമായതിൽ വിനിയോഗിച്ചാൽ നമുക്ക് സമാധാനവും സന്തോഷം കിട്ടില്ല. ഇപ്പോൾ ഒരു മകളാണ്, ഇപ്പോൾ നാം ഒരു ഭാര്യയാവില്ല, ചിലപ്പോൾ ഒരു മകളേക്കായിരിക്കും. ഒരു മകളാണെങ്കിൽ ഒരു മകളെന്ന ശരിയായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഭാര്യയാണോ വിവാഹിതയാണോ, സഹോദരിമാരെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മത്സരം കൊണ്ടൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്കത് പറയാൻ മടിയില്ല. ഒരു ക്ലാസ്സിലുള്ള ഒരു അധ്യാപകനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്താ അയാൾ നമ്മൾ വ്യത്യാസം? ഞാനൊരു അടിമയാകേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കൂല. കാരണം എന്താ? അതെൻ്റെ ഗുരുനാഥനാണ്, അതിനൊരു ബഹുമാനം. ഗുരുനാഥനെ എന്തിനു ബഹുമാനിക്കണം? അയാൾ എനിക്ക് അറിവ് പകരുന്നു, അതാണ് ഞാനും അയാളും തമ്മിലുള്ള ബന്ധം, അല്ലേ? അതേപോലെ സഹോദരിമാരെ, ഏറ്റവും വലിയ ബാധ്യത നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ ബാധ്യത. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു ചോദിച്ചു, നബിയെ, ഏറ്റവും വലിയ കടപ്പാട് ഒരു സ്ത്രീക്ക്, ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഒരു സ്ത്രീക്ക് ഭർത്താവുണ്ട്, പിതാവുണ്ട്, ആങ്ങളമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം. ആരോടാ ഏറ്റവും വലിയ കടപ്പാട്? നബി പറഞ്ഞു സൗജുഹ, ഭർത്താവിനോട്. ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടാണെന്ന്. ഒരു പുരുഷൻ ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഉമ്മുഹു, അവന്റെ ഉമ്മയോട് എന്നാണ് നബി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. വലിയ ബാധ്യതയാണ് സഹോദരിമാരെ ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള അനുസരണം, വിധേയത്വം, സ്നേഹം, ബഹുമാനം നൽകണം. എനിക്കിന്നും ഓർമ്മയുണ്ട്. അതായത് ഭർത്താവ് ഒരു ഡെന്റിസ്റ്റാണ്, ഭാര്യയോ MBBS പിന്നെ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്നും ഈ നിമിഷം വരെയും അവരുടെ ജീവിതം വിജയകരമല്ല. 2 കുട്ടികളുണ്ട്, ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രം. എത്ര ദിവസങ്ങൾ ഞങ്ങൾ ചെലവഴിച്ചു വരങ്ങൾ യോജിക്കാൻ പറ്റൂല. എന്തേ? എന്നെക്കാളും കുറച്ച് ഗ്രേഡ് ഭാര്യക്കുണ്ട്, അതുകൊണ്ട് അവൾ എന്നെ ഭരിക്കാൻ ശ്രമിക്കുന്നുവോ എന്ന് അയാൾക്ക്. കുറച്ച് പദവി സ്ഥാനമൊക്കെ ഉള്ള എനിക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം അനുവദിച്ചുകൂടെ എന്ന് അവളും. നോക്കൂ, നിങ്ങളൊരു ജീവിതം നഷ്ടപ്പെട്ടു പോയി. എന്തിനാ ജോലി? എന്തിനാ സർട്ടിഫിക്കറ്റ്? എന്തിനാ? ജീവിക്കാനല്ലേ. ജീവിതമില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്തു കാര്യം? അതുകൊണ്ട് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ആ വിധേയത്വത്തിലൊരു സന്തോഷമുണ്ട്. ഉമ്മയുടെ മടിയിൽ കിടക്കുന്ന കുട്ടിക്ക് ആ വിനയത്തിലൊരു സന്തോഷം അനുഭവപ്പെടാണ്ട്. പിന്നെ അധ്യാപകനെ ബഹുമാനിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി കിട്ടുന്ന സന്തോഷമുണ്ടോ? എന്ന പോലെ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആഹ്ലാദ ജീവിതമുണ്ട്. അത് അനുഭവിക്കേണ്ട ഒന്നാണ്. അത് അനുഭവിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കടമകളെ ശരിക്കും നമുക്ക് നിർവഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ സഹോദരിമാരെ, ഒരു കുടുംബിനി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനം, ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ ആ കുട്ടിയോട് ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്ന് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളും വൃദ്ധന്മാരുമാണ്. വീട്ടിൽ വയസ്സായ ഒരാളുണ്ടെങ്കിൽ അയാളെ ചിന്ത എന്തിക്കാന്ന് പറയുന്നത്, വീട്ടിലുള്ളവർക്കൊക്കെ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടാണ്, അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ തടസ്സമാണ്, ബുദ്ധിമുട്ടാണ്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം, എനിക്ക് പ്രത്യേകം ഭക്ഷണം വേണം, ചായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മധുരമില്ലാത്ത ചായ ഉണ്ടാക്കണം, എപ്പോഴും ഇവിടെ ഒരു ബുദ്ധിമുട്ടാണല്ലോ ഞാൻ എന്നാണ് അയാൾ വിചാരിക്കുക. ഇതുപോലെ കുട്ടികളും വിചാരിക്കും. ചെറിയ കുട്ടികൾക്ക് വലിയ പ്രയാസമായിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു വീട്ടിൽ ചെന്ന രംഗം, എനിക്കത് മറക്കാൻ പറ്റൂല. എൻ്റെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ അങ്ങനെ ഒരു രംഗം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതായത് വളരെ അഴുകിയ, വളരെ മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ, അവരാണ് ആ വീട്ടു ജോലിക്കാരൻ. ഭർത്താവും ജോലിക്ക് പോയി, ഭാര്യയും ജോലിക്ക് പോയി. നല്ല പളുങ്ക് പോലത്തെ ഒരു കുട്ടി. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കൈവിരലിൻ്റെ തുമ്പുകൾ വൃത്തിയുണ്ട്. എന്തുകൊണ്ട്? ഭക്ഷണം പിടിച്ച് കുട്ടിൻ്റെ വായിൽ വെച്ചിട്ട് മാത്രം. ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടാൽ തന്നെ മാലിന്യം നിറഞ്ഞതാണ്. അതിലാണ് ആ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർ കണ്ണുരുട്ടുന്നു,
അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ചെറിയൊരു കുട്ടിയോട്. സഹോദരിമാരെ, ഒരു ജയിലിൽ കിടക്കുന്നവൻ അനുഭവിക്കുന്നുവോ അത്ര പീഡനം ഇല്ലെന്ന് ഞാൻ പറയുന്നു. ഒരു ജയിലിൽ കിടക്കുന്നവൻ അനുഭവിക്കാത്ത പീഡനം നമ്മുടെ അസാന്നിധ്യത്തിൽ കൂലിക്ക് നിശ്ചയിച്ച ഒരാൾ നമ്മുടെ കുട്ടിയോട് കാണിച്ച ക്രൂരത, നല്ല നിലവാരമുണ്ടായിട്ടും ശമ്പളമുണ്ടായിട്ടും ജീവിതത്തിൽ ഒട്ടേറെ സൗകര്യങ്ങളുണ്ടായിട്ടും ഒരു ചെറിയ ആദിവാസി പെൺകുട്ടിയുടെ മടിയിൽ കിടക്കുന്ന കുട്ടിയുടെ വാത്സല്യം പോലും അനുഭവിക്കാൻ നമ്മുടെ കുട്ടികൾക്കായില്ലെങ്കിൽ നമുക്കെന്തിന് ജോലി, നമുക്കെന്തിന് ശമ്പളം? പരിഗണിക്കേണ്ടവരെ നാം പരിഗണിക്കണം. കുറച്ച് ലോസ് ഓഫ് പേ ലീവ് എടുത്താലും കുട്ടി കിട്ടണം. നോക്കൂ നിങ്ങൾ, എൻ്റെ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാപ്പെന്നില്ല. പക്ഷേ ഭാര്യ എന്നോട് മത്സരിക്കാനുള്ളത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഉറങ്ങാൻ അവൾക്ക് ഞാൻ വേണമെന്ന് ഭാര്യ പറയും. ഉറങ്ങണ സമയമായാൽ എൻ്റെ ഇന്ന് കുട്ടിമാരത് പോകും. ഉറങ്ങുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥ, ആ മാതൃവാത്സല്യത്തിലും ആ മാറോട് ചേർന്ന് കിടന്നേ ഉറങ്ങാൻ പറ്റുള്ളൂ. എഴുന്നേൽക്കുമ്പോൾ ആരെ ചോദിക്കും? ഉമ്മയെ ചോദിക്കും. നിങ്ങൾ നൽകേണ്ട സ്നേഹം നിഷേധിക്കപ്പെട്ടാൽ അത് ക്രൂരതയായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. ഇന്നത്തെ കുട്ടികളുടെ പലരുടെയും ഭാവിയും പ്രതികാരമാണ്. ഞാൻ എന്നും ആലോചിക്കും ആ പ്രതികാര ചിന്ത. ഒരു ഓർഫനേജിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ചത്. അവിടുന്ന് പോകുമ്പോൾ മിക്കവാറും എല്ലാ സ്വിച്ച് ബോർഡുകളും തച്ച് തകർത്തിട്ടാണ് അവിടുത്തെ കുട്ടികൾ പോവുക. ആ കുട്ടികൾക്ക് വെറുതെ അവിടുന്ന് ഭക്ഷണം കൊടുക്കണത്, വസ്ത്രം കൊടുക്കണത്. എന്തിനാണ് അവർ ഈ സ്വിച്ച് ബോർഡുകൾ അടിച്ച് തകർക്കുന്നത്? പ്രതിഷേധം. ഒരു പക്ഷേ നാം കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലും കുട്ടികൾ പ്രതിഷേധിക്കും. മരണം വരെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലായിരിക്കും അവരുടെ സന്തോഷം. ചെറുപ്പത്തിൽ കൊടുക്കേണ്ട സ്നേഹം, കാരുണ്യം അത് നൽകണം. അതിന് നമ്മുടെ ജോലിയോ സൗകര്യങ്ങളോ തടസ്സമായി കൂടാം. അവിടെ നിങ്ങളൊരു ഉമ്മയാണ്, ഒരിടത്ത് നിങ്ങൾ ഭാര്യയാണ്, ഒരിടത്ത് നിങ്ങൾ മകളാണ്. അവിടെയെല്ലാം നമുക്ക് കടമകളുണ്ട്. സഹോദരിമാരെ, ഈ കടമകളെല്ലാം നിർവഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ്. അവനോടാണ് ഏറ്റവും വലിയ കടമ. ഈ നിമിഷം എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വാപ്പ എനിക്ക് എത്ര കഷ്ടപ്പെട്ടു എന്ന് ഞാനൊരു വാപ്പയായപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പടച്ചവൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കാൻ എനിക്കിപ്പോഴും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന, എനിക്ക് നിയന്ത്രണമില്ലാത്ത നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത ഞാൻ, എൻ്റെ റബ്ബ് എനിക്ക് എന്തു ചെയ്തു തന്നു എന്ന് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അവനോട്. അവനെ വിസ്മരിച്ച് കോളേജ് ക്യാമ്പസിൽ ഒരു രാത്രി പോലും നമുക്ക് ഉറങ്ങിക്കൂടാ. അവനെ വിസ്മരിച്ച് നമുക്കൊരു തീരുമാനവും എടുത്തുകൂടാ. അവനെ വിസ്മരിച്ച് നമുക്കൊന്നും ആലോചിച്ചുകൂടാ, ഒന്നും ചിന്തിച്ചുകൂടാ. അവൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിനും സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സമയം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ ഒന്ന് സംക്ഷേപിക്കുന്നു. ഈ പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ അതുപോലെ കിടക്കണമെന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സാഹചര്യങ്ങൾ മാറുമ്പോൾ അവസ്ഥകൾ മാറും. ഇന്നത്തെ പോലെ നാളെ മരണാനന്തരം ഇതുപോലുള്ളൊരവസ്ഥയല്ല വരാൻ പോകുന്നത്. ക്യാമ്പസിൽ ഇപ്പോൾ പഠിക്കുമ്പോൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഭാവി നമുക്ക് വരാനിരിക്കുന്നത്. മാറുമ്പോൾ നാം മാറും. ആ മാറ്റത്തിനനുസരിച്ചു കൊണ്ടുള്ള കരുത്തും അവസ്ഥയും നാം ഇപ്പോൾ തന്നെ ആർജിച്ചെടുക്കുക. മാറ്റങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ദൗത്യങ്ങൾക്കനുസരിച്ച്, കടമകൾക്കനുസരിച്ചു കൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കുക. ഏതു റോളിൽ അഭിനയിക്കേണ്ടി വന്നാലും അവിടെയെല്ലാം പൂർണ്ണമായി നമ്മുടെ താല്പര്യങ്ങളെ വിസ്മരിച്ച് നമ്മുടെ കടമകളെ ഏറ്റെടുത്ത് അതിനുവേണ്ടി സമർപ്പിച്ച് ജീവിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ്. ഏറ്റവും പ്രധാനം അള്ളാഹുവോടുള്ള കടമകളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് മാത്രം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയട്ടെ. നമ്മുടെ വസ്ത്രധാരണമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളിൽ ശരിയായ രൂപത്തിൽ വസ്ത്രം ധരിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 2% ആളുകൾ എന്നേ ഒരുപക്ഷെ നിങ്ങൾ പറയുള്ളൂ. എന്താണത് പറയാൻ കാരണം? ധരിച്ചവരാണ് എല്ലാവരും, പക്ഷേ നഗ്നകളാണെന്നാണ്. എന്താ ധരിച്ചവരാണ് നഗ്നകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. 3 മറുപടിയാണ് ഷേഖ് ഹുസൈമീൻ ആ ചോദ്യത്തിന് കൊടുത്ത്. ഒന്ന്, ദേഹത്ത് ഒട്ടിച്ചേർന്ന വസ്ത്രം. ഒരു പക്ഷേ എല്ലാം അയച്ചിട്ടാൽ പോലും ദൃശ്യമാകാത്ത അത്രയും ആകർഷണീയമായി ശരീരത്തെ പ്രദർശിപ്പിക്കാൻ നല്ലത് ശരീരത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങളാണ്. ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങൾ ശരീരത്തിന് ആകൃതി നൽകുകയും ആകർഷണീയമാക്കുകയും ചെയ്യും. അതാണ് ഒന്ന്. ധരിച്ചിട്ടുണ്ട് നഗ്നകളാണ്. രണ്ടാമത്തത് അപൂർണമാണ്. കഴുത്ത് കാണുന്നു, മാറ് കാണുന്നു, കൈ കാണുന്നു, ഭാഗങ്ങൾ, ശരീരത്തിലെ പല ഭാഗങ്ങളും മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാലും മുഴുവനില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് നേരിയ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ പോലും ദൃശ്യമാകത്തക്ക രൂപത്തിൽ കാണുന്ന വസ്ത്രങ്ങൾ.
ഇത് ജീവിതകാലം മുഴുവൻ തുടരുമ്പോൾ എന്നും തെറ്റിലാണ്, എപ്പോഴും തെറ്റിലാണ്. ആ വസ്ത്രത്തോടെ മരിച്ചാൽ തെറ്റിലാണ് മരിക്കുന്നത്. സ്വർഗത്തിൻ്റെ വാസന അവർക്കില്ല. സൂക്ഷിക്കുക. തൽക്കാലം ചില നഷ്ടങ്ങളൊക്കെ ഇവിടെ വന്നാലും പരലോകത്ത് വലിയ ലാഭങ്ങൾ വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ നിലപാടുകളെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റി ഒരു നല്ല വിശ്വാസിയായി മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടി ആഹ്ലാദത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടുകൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പേര് ഫാത്തിമ ഷെറിൻ, കരുണ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. എൻ്റെ സംശയം, ഞങ്ങൾ മിക്സഡ് കോളേജാണ്. അപ്പം ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവരുമായിട്ട് എത്രത്തോളം നമ്മൾക്ക് സംസാരിക്കാം, അതിൻ്റെ പരിധി എത്രയാണെന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ഈ ഇഖ്തിലാത്ത് എന്ന് പറയും, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു ചേരേണ്ട സാഹചര്യങ്ങൾ ഇന്നത്തെ നമ്മളെ ക്യാമ്പസുകളിൽ ഒരു ഇസ്ലാമിക് സിസ്റ്റം ഇവിടെ നിലവിലില്ലാത്തത് കൊണ്ട് നമ്മുടെ നാടുകളിലും ക്ലാസ്സുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാം നിശ്ചയിച്ച ചില പരിധികളെ നാം കാത്തു സൂക്ഷിക്കണം. ഒറ്റക്കാകാൻ പറ്റൂല. ഒന്നാമത്തത്, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പറ്റില്ല. ഒറ്റക്കാകാൻ പറ്റില്ല പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൽ ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേർ ഒറ്റക്കാണ്. ഒരുപക്ഷെ നേരിട്ട് കാണുമ്പോൾ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ഫോണ് പറയാൻ പറ്റൂലേ? ഫോൺ നന്നായി സൂക്ഷിക്കണം. ഫോണാണ് ഏറ്റവും വലിയ അപകടം. അതുപോലെ തന്നെ എല്ലാവരും ഉള്ളൊരു സമയത്ത്, ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉണ്ട്, ആ സമയത്ത് അനിവാര്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിന് സംസാരിക്കണം? സംസാരം ഒരു സന്തോഷമാണ്. വെറുതെ ഒരു ഉല്ലാസത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് ഒരു ആൺകുട്ടിയോടല്ല, നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളോടാണ്. സംസാരിക്കുന്ന അനിവാര്യ കാര്യത്തിലാണെങ്കിൽ ആരെതിർത്തു? ഒരു പഠന സംബന്ധമായ ഒരു കാര്യം, അതും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തൽക്കാലം ഒരാൾ നമ്മൾ പുറത്തുനിന്ന് എന്താ സംസാരിച്ചെന്ന് വെക്കുമ്പോൾ നമുക്കൊരു ന്യായം പറയാൻ പറ്റും. പക്ഷെ മനസ്സെന്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒറ്റപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ എന്തിനാണ് ഒരാളോട് മാത്രം ഒരു പ്രത്യേക ബന്ധം? ആൺകുട്ടികളോട് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ ആൺകുട്ടികളും ക്ലാസ്സിൽ ഒരുപോലെയല്ലേ? ഒരാളോട് മാത്രം എന്താണ് ബന്ധം? ഒരാളോട് മാത്രം നിരന്തര ബന്ധം പുലർത്തുന്നു. അതുപോലെ തന്നെ ഫോണിൽ ഒറ്റയ്ക്ക് സംസാരിക്കാം, ഒറ്റയ്ക്കുള്ള യാത്ര, ഒറ്റയ്ക്കുള്ള കാര്യം, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ടൂർ പ്രോഗ്രാമുകൾ പൊതുവെ എന്താണ്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചു പോകുന്ന സമയത്ത് ആ യാത്രയ്ക്ക് പിന്നിൽ തന്നെയുള്ള ഒരു പ്രചോദനം യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ താല്പര്യമില്ലാത്ത ആൾക്കാർ ടൂറിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കാറുണ്ടല്ലോ പൊതുവെ, അല്ലേ? അല്ലാത്തവർ ആ ടൂറിന് പോകാൻ താല്പര്യം കാണിക്കുന്നു, ടൂർ സംഘടിപ്പിക്കുന്നു. അത് മാനസികമായ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്ന ചോദ്യങ്ങൾ ഞാൻ കണ്ടാണ്, മഹ്റമായ പുരുഷന്മാർ അവരെല്ലാത്തവരുമായി ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വിശാലമായ വിഷയമാണ്. വിവാഹം നമുക്ക് അനുവദനീയമല്ലാത്ത വാപ്പയോട് ഇടപെടുക, ആങ്ങളമാരോട് ഇടപെടുക, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവിനോട് ഇടപെടുക, ഇതൊക്കെ പറ്റും. എന്നാൽ എൻ്റെ അനുജൻ എൻ്റെ ഭാര്യ കന്യ പുരുഷനാണ്. പുറത്തുള്ള ഒരു പുരുഷനോട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ മാത്രമേ എൻ്റെ അനുജനോട് ആർക്ക് പെരുമാറാൻ പറ്റുള്ളൂ? എൻ്റെ ഭാര്യയ്ക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അൽ ഹമു അൽ മൗത്ത്, ഭർത്താവിൻ്റെ സഹോദരൻ മരണമാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. മരണം, നമ്മുടെ ദുരന്തം അവിടെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ സൂക്ഷ്മത വളരെ പ്രധാനമാണ്. ഇടപെടുമ്പോൾ അത് വൈകാരികമോ ലൈംഗികമോ ആയ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടതോ ആകുന്ന അവസ്ഥകളെ പൂർണ്ണമായും ഒഴിവാക്കണം. നോട്ടം, എല്ലാ നോട്ടവും തെറ്റല്ലല്ലോ, പക്ഷെ നോക്കുന്നതിൽ തെറ്റായ നോട്ടമുണ്ട്. ഒരു സ്ത്രീയെ തൊടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ഹദീസിൽ പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു പുരുഷൻ ഒരു സ്ത്രീയും ഒരു സ്ത്രീ പുരുഷനെയും, ഇവിടെ സംശയം ചോദിച്ചിട്ടുണ്ട്, ഷൈക്കാൻ്റെ കൊടുക്കാൻ പറ്റുമെന്ന് വരെ സംശയം ചോദിച്ച ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ അതൊക്കെ അനിവാര്യമായ, ഒരിക്കലും എന്ത് കാരണം പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഈ ഇസ്ലാമിക നിയമങ്ങളെ പാലിച്ചുകൊണ്ടായിരിക്കണം പരസ്പര ബന്ധങ്ങളെ പുലർത്തേണ്ടത്. അത് ഓരോന്നും പറയുന്നതിന് പകരം ഞാൻ പറയണ ഇടപെടുമ്പോഴുള്ള അവസ്ഥ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് തന്നെ അതിലിടപെടണം. ഏറ്റവും ഗൗരവപരമായ സംഗതിയാണ്. നമ്മുടെ ജീവിതത്തെയും ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുന്ന കാര്യമാണെന്ന അറിവോടുകൂടെ ആയിരിക്കണം അതിലിടപെടണം.
അസ്സലാമു അലൈക്കും. പിന്നെ ഇപ്പോൾ സാർ പറഞ്ഞു ഷെയ്ക്കാൻ്റെ എടുക്കുക, അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ഡൗട്ടാണ്. എൻ്റെ പേര് ഖദീജ, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ഇതൊക്കെ വരും, കമ്മ്യൂണിറ്റി മെഡിസിൻ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ സാർമാർ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ലൊരു കുറേ ഡിബേറ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പൊതുവേ നമ്മളെപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്, ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഷെയ്ക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാർ തരുമ്പോൾ അത് ആ ഒരു രീതിയിൽ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതെനിക്ക് കാരണം അത് അങ്ങനെ ആദ്യമൊക്കെ നമ്മളായിട്ട് ബാക്കിൽ നിന്നപ്പോൾ പിന്നെ അത് ഒരു ഭയങ്കര പ്രശ്നമായി. ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ചെയ്തിരുന്നല്ല, ഫ്രണ്ട്സിനോ നമ്മുടെ കൂടെ ഉള്ളവർക്കല്ല, അങ്ങനെ നമ്മുടെ അധ്യാപകർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ഈ മുസാഫഹത്ത് പാടില്ല എന്നുള്ളത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല ഒരു അന്യ പുരുഷന് എന്നുള്ളത് നബിസ്ലാസ്മ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കതിലൊരു എക്സ്ക്യൂസ് ആർക്കും അനുവദിക്കാൻ ഒരു സാഹചര്യത്തിന് പറ്റൂല. പിന്നെ ഈ സമാനമായ സാഹചര്യം ഇപ്പോൾ ഒരു ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോന്നറിയില്ല. അതായത് ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ നമുക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പം കയ്യൊന്ന് തന്നാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ സംസ്കാരം ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമേ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം, ചെറിയൊരു എക്സാമ്പിൾ പറയാം. നോമ്പ് നോറ്റ് നമ്മുടെ ഒരു അമുസ്ലിമായ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു. നമ്മൾ ചെന്ന് കയറിയ ഉടനെ നമ്മുടെ സമ്മതം പോലും വാങ്ങാതെ ഒരു പെട്ടെന്ന് നല്ല വിഭവങ്ങൾ ഓർഡർ ചെയ്ത് ഹോട്ടലിൽ നിന്ന് വളരെ സ്നേഹപൂർവ്വം വരുത്തി. നിർബന്ധ നോമ്പിലാണ് നമ്മളുള്ളത്. അവർ നമ്മുടെ നോമ്പാണെന്നുള്ള കാര്യം തന്നെ ഓർമ്മയില്ലാതെ ചെയ്തു. നമ്മൾ എന്ത് പറയും അവരോട്? എന്ത് പറയും? നോമ്പാന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? റെസ്പെക്റ്റ് അല്ലേ ഉണ്ടാവുക, അല്ലെ? ബഹുമാനല്ലേ ഉണ്ടാവുക? ഞാൻ അതന്നെ ഉദാഹരണം പറയാൻ കാരണം, ചില ആൾക്കാർ പറയും ഓണത്തിന് വിളിച്ചാലോ ക്രിസ്മസിന് വിളിച്ചാലോ ഒക്കെ പോയില്ലെങ്കിൽ വലിയ സൗഹൃദത്തിൽ വിളിക്കുന്നതാണ്, വളരെ സ്നേഹത്തിൽ, എങ്ങനെ പോകാതിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ അവിടെ നാം ബോധ്യപ്പെടുത്തുന്നത് മതപരമായ നിലയ്ക്ക് എനിക്ക് പാടില്ലെന്നാണെങ്കിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. അപ്പൊ ഈ ഷൈക്കാൻ്റെ നമുക്ക് തരുന്ന അധ്യാപകൻ അറിയൂല എന്ത് ഇസ്ലാമിൽ മറ്റു കുട്ടികളൊക്കെ തല തുറന്നിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനത് മൂടി കെട്ടിയത്? ആവശ്യമുണ്ടോ? അവിടെ അധ്യാപകൻ അവരെയൊക്കെ കാണാം, പക്ഷെ നമ്മളെ അങ്ങനെ കണ്ടുകൂടാ. ഗുരുനാഥനാണെങ്കിലും പറ്റൂലല്ലോ. അപ്പോൾ നാം നമ്മുടെ സംസ്കാരത്തെ അറിയിക്കാൻ ആദ്യം ഒരു പ്രാവശ്യം കൈ വലിച്ചാൽ പിന്നെ കൈ വലിക്കേണ്ടി വരില്ല. ആദ്യം ഒരു പ്രാവശ്യം കൈ കൊടുത്താലോ പിന്നെ എന്നും കൈ കൊടുക്കേണ്ടി വരും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ആരായിരുന്നാലും നമ്മുടെ മഹറമല്ലാത്ത വാപ്പയോ ആങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ അല്ലാത്ത ഒരാൾക്കും നമ്മളെ തൊടാൻ അവകാശമില്ല ഒരവസ്ഥയിലും. കാരണം അതിൽ എന്ത് ന്യായം പറഞ്ഞാലും ഇതിനൊന്നും ഒരു അനുവാദം തരാൻ പറ്റൂല. ഇസ്ലാം ശക്തമായി വിരോധിച്ച കാര്യങ്ങളാണ്. നാം അപ്പോൾ തിരുത്തുക. സാർ ഇതിന് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളോട് ബഹുമാനേ തോന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. അസ്സലാമു അലൈക്കും. ഭാര്യയും ഭർത്താവും 6 മാസക്കാലത്തിലധികം പിരിഞ്ഞിരുന്നാൽ ആ വിവാഹം അസാധുവാകുമോ? അങ്ങനെയെങ്കിൽ വർഷത്തിലൊരിക്കലും 2 വർഷം കൂടുമ്പോഴൊക്കെ വരുന്ന പ്രവാസികളുടെ വിവാഹം അനിസ്ലാമിക രീതിയിലാകുമോ? പിന്നെ ഭാര്യ ഒരുപക്ഷെ ഭർത്താവിനൊപ്പം പോയി താമസിച്ചാൽ അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള കടമ നിറവേറ്റാൻ സാധിക്കുമോ? എന്നുവെച്ചാൽ ഭർത്താവിനൊപ്പം പുറത്ത് പോയി താമസിക്കുക, ഗൾഫിൽ പോയി ഭാര്യയും താമസിക്കാന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് അവൾക്കൊരു കടമയുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയാണല്ലോ. അപ്പോൾ ആ കടമ അവൾക്ക് എങ്ങനെ നിറവേറ്റാൻ സാധിക്കും? ഒരു പക്ഷേ പ്രായമുള്ള ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ഒരു പ്രായോഗികമായ ചില സംഗതികളാണിത്. ഭർത്താവും ഭാര്യയും ഒന്നിച്ച് തീരുമാനിക്കുക എന്ത്, നിങ്ങൾ 2 വർഷം ഗൾഫ് പോയി നിൽക്കൂ, ഞാൻ എന്ത് ചെയ്തോളാം, എനിക്കതിന് സാധിക്കും, നിങ്ങളെ വിട്ട് പിരിഞ്ഞ് ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കും എന്ന ഒരു പരസ്പര ധാരണയിലെത്തി ഭർത്താവ് പോകുന്നതിനൊരു വിരോധമല്ല. മനസ്സിലായില്ലേ? എന്നാൽ യാതൊരു അഡ്രസ്സും ഇല്ലാതെ പോയി മാസങ്ങളായിട്ടൊരു വിവരമില്ല, അങ്ങനെ വരുമ്പോൾ എന്താണ് കാത്തിരിക്കുന്നതിൽ അർത്ഥം? അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അന്വേഷണങ്ങൾ നടത്തി അയാളെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അല്ലാത്തൊരവസ്ഥയിൽ 2 വർഷമായാലും 3 വർഷമായാലും
അതിന് വിരോധമല്ല. പക്ഷേ തീരുമാനിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും പല ആളുകളും ജീവിതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെടുത്തി പോയാൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇതിലേറെ വലുതൊന്നും ചിലപ്പോൾ നേടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വിവാഹ ജീവിത കാലം മുഴുവനും ഒന്നിച്ചു ജീവിക്കാൻ കഴിയാത്ത ദമ്പതികൾ ധാരാളമുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മളുടെ ഒരു യോജിപ്പിലെത്തി തീരുമാനിക്കുന്നതിന് ഇസ്ലാമിനൊരു തടസ്സമല്ല. രണ്ടാമതൊരു കാര്യം ചോദിച്ചത് ഭർത്തൃ വീട്ടുകാരോടൊരു കടമല്ലേ എന്നാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതിൽ ചെറുതായിട്ട്. ഞാനൊരു വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാര്യ എങ്ങോട്ടാ വരിക? എൻ്റെ വീട്ടിലേക്കാണ് വരിക. എല്ലാ നാട്ടിലും അങ്ങനെയാണോ? ചില നാട്ടിലൊക്കെ വ്യത്യാസമുണ്ട്. ചില നാട്ടിലൊക്കെ ഭർത്താവ് അവളെ വീട്ടിൽ പോയി താമസിക്കും. എന്താവട്ടെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും വേറൊരു കുടുംബമാണ്. വേറൊരു കുടുംബമാണ്. ശരിക്കും വേണ്ടത് ഞാനൊരു വീട് വെച്ചിട്ട് അവളെ അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വാപ്പയും ഉമ്മയും ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ വന്നാൽ അവൾക്ക് എൻ്റെ അനുജൻ, എൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണ്? അന്യ ആളുകളല്ലേ, എങ്ങനെ അവിടെ ജീവിക്കുക? അപ്പോൾ നമ്മളൊരു കുടുംബം, നാട്ടിലൊരവസ്ഥ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും? നമ്മളതിനെ അംഗീകരിക്കുന്നു എന്ന് മാത്രം. അവിടെ തട്ടമിട്ട് സൂക്ഷ്മത പാലിച്ച് അവനാൻ്റെ ബെഡ്റൂമും അടുക്കളയും ഒക്കെ ഒന്ന് കീപ്പ് ചെയ്തിട്ട് അങ്ങനെ പോവുക. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഞാൻ ചെയ്യേണ്ടത് അവരൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് സ്വതന്ത്രമായി ജീവിക്കുകയാണ് വേണ്ടത്. പിന്നെ അപ്പോൾ വാപ്പയും ഉമ്മയും, വാപ്പനും ഉമ്മനും നമ്മളെ കൂടെ താമസിപ്പിക്കണ്ടേ? നമുക്ക് പരിചയം. കാരണം വാപ്പ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വാപ്പ മഹറമാണ് എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ മുന്നിൽ എന്തില്ല, അവൾ എങ്ങനെ നിന്നാലും പ്രശ്നമില്ല. അതിന് അതപ്പോൾ അതാണ് അതെന്തിനാ അനുവദിച്ചത്? എൻ്റെ വാപ്പനെ അവൾക്ക് പരിചരിക്കാം, എൻ്റെ ഉമ്മനെ പരിചരിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഇനി തിരിച്ച് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചാലും പ്രശ്നം തന്നെയല്ലേ? എൻ്റെ ഭാര്യൻ്റെ അനുജത്തിമാരെ എനിക്കാരാ? അന്യ സ്ത്രീകളല്ലേ അല്ലേ? എൻ്റെ ഭാര്യ മരിച്ചാൽ എനിക്ക് എൻ്റെ ഭാര്യൻ്റെ അനുജത്തിനെ കല്യാണം കഴിച്ചൂടെ? പറ്റുമോ? അതുപോലെ ഒരു അന്യ സ്ത്രീയെ പോലെയാണ്. അപ്പം അതൊന്നും അതിൻ്റെ പ്രായോഗികമായ, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ സുരക്ഷിതയായിരിക്കണം. അവളുടെ മതം, അവളുടെ ഭൗതിക ജീവിതം. അപ്പോൾ വാപ്പയും ഉമ്മയും സംരക്ഷിക്കണം 100%. വാപ്പനും ഉമ്മനും നമ്മുടെ കൂടെ, എൻ്റെ വാപ്പയും ഉമ്മയായാലും അവളുടെ വാപ്പയും ഉമ്മയായാലും അതിൽ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് കടമുണ്ട്, ബാധ്യതയുണ്ട്. അവരെ നമ്മൾ പരിചരിക്കണം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന് വിഷമവും ബുദ്ധിമുട്ടും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാം. അതിന് പ്രയാസമല്ല. ശരിക്കും ഞാൻ വിവാഹം കഴിച്ചാൽ ഞാൻ വേറൊരു കുടുംബമാണ്. എനിക്ക് വേറൊരു വീട് വെച്ച് താമസിക്കുന്നതിന് ഒരു വിരോധവുമില്ല. എൻ്റെ കടമകൾ നിർവഹിച്ചു കൊണ്ട് എന്നുള്ള. ഇന്ന് വീട്ടിൽ നിന്ന് പോണത് എന്തിനാരെങ്കിൽ വാപ്പനിമ്മനി നോക്കാതിരിക്കാനാണ്. വീട്ടിൽ നിന്ന് വേറെ വീട് വെച്ച് പോണത്. ആ സംസ്കാരം വരുമ്പോഴാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അസ്സലാമലൈക്കും. കോളേജിൽ വെച്ച് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ തട്ടുവിടുന്നതെന്ന്, എന്തിനാണ് നിങ്ങൾ മൂടി പൊതിച്ച് നടക്കുന്നതെന്ന്. അത് രണ്ട് രീതിയിൽ ചോദിക്കും. ഒരുപക്ഷെ കളിയാക്കി, ഇല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഒരു ഫൈനൈറ്റ് ആയിട്ട് പെട്ടെന്നൊരു ആൻസർ ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയാറില്ല. അതിനൊരു ആൻസർ പറയാനായിട്ട്. എല്ലാ കാര്യത്തിൻ്റെയും യുക്തി നമുക്കൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഇസ്ലാമിലെ കാര്യങ്ങൾ. പക്ഷെ ഇതിന് യുക്തി ഉണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആൻസറിന് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഒന്നാമത്തെ കടമ മനുഷ്യൻ അവനെ സൃഷ്ടിച്ച ദൈവത്തോടാണ്. അപ്പോൾ ഇതെൻ്റെ മതമാണ്, എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം ഞാനിത് ധരിക്കണം. എന്തിനാ ഒരു പൊട്ട് തൊട്ടത്? എന്തിനാണ് കാവ്യ വസ്ത്രം ഉടുത്തത്? എന്തിനാണ് കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മതം എന്നല്ലേ ഒന്നാമത്തെ ഉത്തരം. അതിനെ നമ്മളെ ഉത്തരം, എൻ്റെ മതം. ഫല്യദ്രിബിന ബിഖുംറിഹിന്ന അലാ ജുയൂബിഹിന്ന, ശിരോവസ്ത്രങ്ങളെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞാൽ ഇതിട്ടാൽ മാത്രം പോരാ, മാറും കൂടെ മറക്കണം എന്നാണ്. അത് നമ്മുടെ മതപരമായ കടമ, കൽപ്പന. ഇനിയിപ്പോൾ ഒരാൾക്കൊരു സാവകാശം കിട്ടി ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഇസ്ലാം പറഞ്ഞു തന്നെയാണ്. ഞാൻ സാധാരണ പറയാനുള്ള ഉദാഹരണമാണ് എന്തൊരു, റോഡ് വക്കത്താണ് വീട്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗേറ്റ് എപ്പോൾ തുറന്നിട്ടാലും കുട്ടി റോട്ടിലേക്ക് കയറാം. അപ്പോഴേക്കും ഉമ്മ പോയിട്ട് ഓടിച്ചെന്ന് കുട്ടീനെ എടുക്കും. എപ്പോഴും അങ്ങനെ ഒരു പ്രവണത. ഗേറ്റ് പൂട്ടാൻ മറന്നു പോയാൽ പ്രശ്നമാണ്. അപ്പോൾ കുട്ടിനെ ഒരിക്കൽ വല്ലാതെ 2-3 പ്രാവശ്യം കൂടി 4ാമത്തെ തവണ പോയപ്പോൾ കുട്ടിനെ നന്നായി ഒരു അടിയന് കൊടുത്തു. 5 കൈവിരലുകളും അതിൽ ദേഹത്ത് പതിഞ്ഞിട്ടുണ്ടാകുന്ന ദേഹത്ത്. എന്തിനങ്ങനെ അടിച്ചു? അടിച്ചത് കുട്ടിയെ പീഡിപ്പിക്കാനല്ല, സുരക്ഷിതത്വത്തിന് വേണ്ടി. ഒരടി കൊണ്ട് അവൻ പോകാതിരുന്നാൽ രക്ഷപ്പെട്ടില്ലേ, അല്ലെങ്കിൽ വാഹനത്തിന് ടയറിൻ്റെ ചോട്ടിലുണ്ടാകുക എന്ന പോലെ സുരക്ഷിതത്വം. അല്ല യുദൈന, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. ഞാൻ ഉറപ്പിച്ച് പറയാം, വേഷം നോക്കിയിട്ടാണ് ക്യാമ്പസിലെ വൃത്തികെട്ട കുട്ടികൾ
പെൺകുട്ടികളെ വിലയിരുത്തുന്നത്. അല്ലാന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ട്? വേഷം നോക്കി ഫസ്റ്റ് കാഴ്ച, ഒന്നാമത്തെ കാഴ്ചയിൽ അവൾ ഏതു തരത്തിൽപ്പെട്ട പെൺകുട്ടി എന്ന് മനസ്സിലാക്കാൻ വേഷം കൊണ്ട് പറ്റും. മുസ്ലിങ്ങളെ മാത്രമല്ല, ആണോ, ആരും പറ്റും. വേഷത്തിന് അത്ര പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വേഷത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ വരുത്തിയാലും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഞാൻ കാണുമ്പോൾ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ്. അതങ്ങനെ മനസ്സിലാവും, വേഷം കൊണ്ട് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് തന്ന ഇസ്ലാമിൻ്റെ വേഷം, അതിൻ്റെ പേരിൽ എന്ത് പ്രയാസം അനുഭവിച്ചാലും അത് നമ്മൾ പിടിച്ചു നിൽക്കണം. അതിലാണ് സന്തോഷം, അതാണ് ജീവിതത്തിൻ്റെ ആസ്വാദനം. എൻ്റെ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ അവളെ പരിചരിക്കുന്നതിൽ എനിക്കൊരു സംതൃപ്തിയുണ്ട് എന്ന പോലെ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ത്യാഗം അനുഭവിക്കുമ്പോൾ എനിക്കതിലൊരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തിയാണ് ജീവിതം, അതാണ് വിശ്വാസം, അതാണ് മതം. അതിലൊരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാകാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ക്യാമ്പസ് ജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായ ക്യാമ്പസ് പ്രണയങ്ങൾ, ആൺപെൺ പ്രണയം, അത് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയം അത് തെറ്റാണോ? പിന്നെ ഒരു പെണ്ണിന് അവളുടെ ഭാവി വരനെ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടോ വീട്ടുകാരറിയാതെ? പിന്നെ ഈ തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പം എന്താ തലയിലൂടെ ഇടുന്ന വസ്ത്രം ഒരുപക്ഷെ നല്ല ഗ്ലാമറുള്ള പെൺപിള്ളേരെ കണ്ടാൽ തലേനെക്കാട്ടും അട്രാക്ട് ചെയ്യുക ഫേസ് തന്നെയാണ്. അപ്പം ഒരുപക്ഷെ തല മറക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് മുഖം മറച്ചിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫായിട്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ മിക്സ്ഡ് ക്ലാസ് ആണ്, ബോയ്സ് ആൻഡ് ഗേൾസ് ഒരുമിച്ചിരിക്കാറുണ്ട്. വേണമെങ്കിൽ ഇടയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഇപ്പം നമ്മളിവിടെ തല്ലിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യുമ്മലല്ല ടച്ചിങ് വരുന്നില്ലല്ലോ, അപ്പം അതിന് പ്രശ്നമുണ്ടോ? നമ്മുടെ ഡ്രസ്സിൻ്റെ മേലെ കൂടെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അമ്ന PV, MA ഡെന്റൽ കോളേജ്, പെരിന്തൽമണ്ണ. കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഇനിയും ബോധ്യപ്പെടാൻ നമുക്ക് ശ്രമം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രണയം 4 കാര്യം അത്തരം സംഗതിയുമായി ബന്ധപ്പെടുന്നവരും ബന്ധപ്പെടാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ പ്രണയത്തിലൂടെ വിവാഹിതരായ ആളുകളുടെ കുടുംബജീവിതവുമായി പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മഹത്വം പറയാനല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. എൻ്റെ പ്രശ്നം എന്താ, നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു പുരുഷനോട് എങ്ങനെ സംസാരിക്കുക? എടോ എൻ്റെ മൊബൈലിൽ നിന്ന് കാണിച്ചാന്നാ പറയാം. അവിടെ രണ്ടാളും തുല്യരാണ് അല്ലേ? എന്നാലേ വിവാഹത്തിൻ്റെ പിറ്റേന്ന് രൂപം മാറും. അവിടെ ഭാര്യയാണ്. ഞാൻ സത്യം പറഞ്ഞത്, വിവാഹത്തിൻ്റെ പിറ്റേന്ന് മുതൽ ഓരോ വാക്കും പ്രശ്നമാണ്. തലേന്നെന്തറിയാം, എവിടേക്കൊന്ന് പോകണമെങ്കിൽ സമ്മതം ചോദിച്ചാൽ പറഞ്ഞേക്കും അല്ലേ? എന്തു വേണമെന്നാലും കൊടുക്കും. അവനാന് കൺസെഷന് പോകാനുള്ള പൈസയും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും, അവൾക്ക് കൊടുക്കും. മറ്റത് ചോദിക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ആകെ എനിക്ക് എത്ര വരുമാനം, അതിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ പറയാം. ഓരോന്നിലും നിയന്ത്രണങ്ങൾ വരും. ജീവിതം എന്തൊരു പ്രയാസമാണെന്ന് നിങ്ങൾ, ഞാൻ പറഞ്ഞ 1% പോലും സക്സസ് അല്ല പ്രണയ ജീവിതങ്ങൾ എന്ന് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 1, 2 തമ്മിൽ. രണ്ടാമത്തെ എന്താ, തെരഞ്ഞെടുപ്പിന് എന്താ മാനദണ്ഡം? 2 ഉത്തരം അവിടെ പറയാം. 1, ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ ഒരു പെൺകുട്ടിക്ക് പൂർണ്ണ അവകാശമുണ്ട്. നിന്റെ ഭർത്താവ് ആരാകണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അപ്പം നമ്മൾ സാധാരണ പറയാറുള്ളത് അതിനുള്ള സ്വാതന്ത്ര്യം പ്രണയം നഷ്ടപ്പെടുത്തുന്നു. ക്യാമ്പസിൽ നിന്ന് എപ്പോഴോ ഒരു വർത്താനോ സംസാരമോ ഒരു മുഖഭാവോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ആണ് തുടങ്ങി. പിന്നെ ചോയ്സ് ഉണ്ടോ? പിന്നെ ചോയ്സ് ഉണ്ടോ? ഇല്ല. പിന്നെ ചോയ്സ് ഇല്ല, പിന്നെ പോവും, മരിക്കണ വരെയാണ് പോവാണ്. എന്നാൽ ഇന്ന് വരെ ഒരു പുരുഷനെ കുറിച്ച് മനസ്സിൽ വിചാരിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ചോയ്സ് ഉണ്ട്. വന്നാൽ പാപ്പനോട് പറയും, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം. വിളിച്ച് ഒറ്റയ്ക്കിരുത്തി സംസാരിക്കുക. എന്താണ് നിങ്ങളുടെ വിവാഹ കാഴ്ചപ്പാട്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പഠിക്കുന്നൊരു കുട്ടിയാണ്, ഞാൻ ജോലി ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടാവോ? എല്ലാവരും എഗ്രിമെൻ്റാണത്, എല്ലാം ചർച്ച ചെയ്ത് മതി. മറ്റിനൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. ഇതതിൻ്റെ ഭൗതികമായ വശങ്ങളാണ് ഞാൻ പറഞ്ഞത്.
ഒരു സ്വാതന്ത്ര്യമല്ല. പിന്നെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ തുടങ്ങും ആ സെലക്ഷൻ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കാണും. കുടുംബത്തിൽ പ്രശ്നീകരണം നമ്മളെ കുടുംബം പോലെയല്ല അവിടെ കുടുംബം. വീട്ടിൽ പോയി വെക്കണ എപ്പോഴാരോ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് വണ്ടി പോയി അവിടെ ഇറങ്ങുമ്പോഴാണ് കാണുന്നത് വീട് എങ്ങനെയാണെന്ന്. മറ്റത് മാപ്പാനും മനക്കാൻ പറഞ്ഞയക്കാണ് വീടൊന്ന് നോക്കി വരാൻ അല്ലേ, പറഞ്ഞയച്ചിട്ടാണ്. ഒക്കെ പ്രതികൂലമായിരിക്കും, മുഴുവൻ പ്രതികൂല സാഹചര്യം. അപ്പം ഞാൻ പറഞ്ഞു ഭൗതികമായി ഒരു നന്മ അതിനില്ല. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇതിനൊക്കെ ഒരു ജീവിതത്തിൽ അള്ളാഹു വെച്ച ഒരു അനുഗ്രഹമാണ്. അതൊക്കെ സമയത്തിൻ്റെ മുന്നേ അനുഭവിച്ച് പോണവർക്ക് അതൊന്നും പിന്നെ അനുഭവിക്കാൻ പറ്റൂല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ നോക്ക്, നിങ്ങൾ വിവാഹ ജീവിതത്തിൽ ശരിക്കും ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയ ചികിത്സ, അത് ഓപ്പണായിട്ട് പറയണം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ലൈംഗികമായ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നവർക്കുള്ള മരുന്നിൻ്റെ പരസ്യം പത്രത്തിലൊക്കെ കാണാൻ പറ്റും. അതൊന്ന് വർദ്ധിച്ചു വന്നതെന്ന് വെച്ചാൽ ശാരീരികമായ തകരാറുണ്ടല്ല, മാനസിക ഇണക്കമുള്ളവരിലെ ശാരീരിക ബന്ധങ്ങൾ നടക്കുള്ളൂ. ശരിക്കും ആ മാനസിക ഇണക്കം നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടെ വിവാഹ ജീവിതത്തിൻ്റെ ഒരു സുഖവും അവർക്കുണ്ടാവില്ല. ഒന്നും നല്ല കുട്ടികളെ അവർക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റൂല, ശാരീരികമായ ബന്ധങ്ങൾ നടക്കൂല, കുടുംബങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ നടക്കൂല. ഒന്നിനും ഈ വാപ്പേണ്ട തെറ്റിയിട്ടുണ്ടാവും, നിങ്ങൾ അവളെ വീട്ടിലോട്ട് തെറ്റിയിട്ടുണ്ടാവും. എല്ലാ തരക്കും മതപരമായൊരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസകരമായി തീരും. അതുകൊണ്ട് തീർച്ച ഒരാളെ നിങ്ങൾക്ക് അന്വേഷിക്കാം, മനസ്സുകൊണ്ട് ഇന്നൊരാൾ പറ്റുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കി എന്നൊക്കെ വാപ്പനോട് പറയാം, അതിനൊന്നും വിരോധമില്ല. ശരിക്കും ഇൻ്റർവ്യൂ ചെയ്ത് സംസാരിച്ച് പഠിച്ച് നമ്മുടെ ഭാവിക്ക് പറ്റും എന്ന് യോഗ്യത പരിശോധിച്ച് തിരഞ്ഞെടുക്കേണ്ട നല്ലൊരവസരത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പുരുഷനെ വിവാഹത്തിലൂടെ അല്ലാതെ നമ്മൾ ആഗ്രഹിച്ചാൽ അത് തെറ്റാണ്. അത് മനസ്സിൽ വെച്ച് പടച്ചോരത്ത് ചെന്നാൽ അതിന് വിചാരണയുണ്ട്, ചോദ്യമുണ്ട്, ശിക്ഷയുണ്ട്, ഒരു സംശയമല്ല. ഉലായിക ഹുമുൽ ആദൂൻ, അവർ പരിധി വിട്ടവരാണെന്ന്. അതുകൊണ്ട് അതിനൊരു അനുവാദവും നമുക്കില്ല. പിന്നെ ശരീരം മറക്കുന്നതിനേക്കാളും പ്രധാനമാണല്ലോ, അല്ല തല മറക്കുന്നതിനേക്കാളും പ്രധാനമാണല്ലോ മുഖം മറക്കുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖം ആ പറഞ്ഞതിനോട് നമുക്കൊരു വിയോജിപ്പില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രായോഗികമായ അവസ്ഥ വെച്ചിട്ട് ഇസ്ലാം എന്ത് ചെയ്തൊരു നോക്കണ്ടെന്ന് പറഞ്ഞിരിക്കണം. മനസ്സിലെങ്കിൽ മറക്കാത്തതൊക്കെ കാണാമെന്ന അതിനർത്ഥമുണ്ടോ? മറക്കാത്തതൊക്കെ കാണാമെന്ന അർത്ഥമുണ്ടോ? അതുകൊണ്ട് രണ്ടും മേലും താഴെയും പറഞ്ഞു. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, പുരുഷന്മാരോട് പറയൂ കണ്ണുകളെ താഴ്ത്താൻ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ. ദാലിക അസ്കാ ലഹും. തൊട്ട് താഴെ പറഞ്ഞു കുല്ലിൽ മുഅ്മിനാത്ത് യഗുല്ലുന മിൻ അബ്സാരിഹിന്ന, ഒരു സ്ത്രീക്ക് പുരുഷനെ നോക്കാനും പുരുഷന് സ്ത്രീയെ നോക്കാനും പരിമിതി. പ്രായോഗികതയ്ക്ക് വേണ്ടി. അപ്പോൾ ഒരു പെണ്ണ് മുഖം മറച്ചാലോ ഒരു തെറ്റില്ല. എന്ത് വേഷം, ചുരിദാർ വേണോ പർദ്ദ വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇസ്ലാമിൻ്റെ നിയമം സ്വീകരിക്കണമെന്ന് മാത്രം. എന്ന പോലെ തന്നെ മുഖം ഒരു സ്ത്രീ മറക്കാൻ തീരുമാനിച്ചാൽ, എൻ്റെ മുഖം ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ണുക്ക് തുറച്ചു നോക്കുകയാണ്, അതിന് അവസരം വേണ്ട വിചാരിച്ചൊരു സ്ത്രീ മുഖത്തെന്തെങ്കിലും മറച്ചിട്ടാൽ ഇസ്ലാമിൻ്റെ വിരോധമല്ല. പക്ഷെ തല മറക്കുന്ന പോലൊരു നിയമം മുഖം മറക്കാനുണ്ടെന്ന് പറയാൻ പ്രമാണങ്ങൾ അത്ര ഇല്ല. അതുകൊണ്ട് ഒരാൾ സ്വീകരിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ സ്വീകരിക്കണമെന്നില്ല. നോക്കണ്ട, മുഖം തുറന്നിട്ടാലും നോക്കണ്ട എന്നാണ് കൽപ്പന. അങ്ങനെ നോക്കാതിരിക്കലാണ്. ആ നോക്കാതിരിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ്, അത് ശ്രദ്ധിക്കാനല്ല. ഇത്ര ഉള്ളതെന്ന് തോന്നണേ. തൊടിനെ പറ്റി ചോദിച്ചവരെ തൊടാൻ പറ്റൂല, വസ്ത്രത്തിൻ്റെ മുകളിലാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയും പുരുഷനും. ഞാൻ പറഞ്ഞു അതിലൊന്നും ഒരു തമാശല്ല. അങ്ങനത്തെ ഒരു ബന്ധം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടായാൽ പിന്നെ ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? തൊട്ടടുത്തിരിക്കുന്ന പിന്നെ പെൺകുട്ടിയായ അവൾ നമ്മുടെ സുഹൃത്തും അപ്പുറത്തിരിക്കുന്ന ആൺകുട്ടിയും ഒരുപോലെയാണെങ്കിൽ എന്തർത്ഥം അതിലൊക്കെ? അതിലൊക്കെ ചില സൂക്ഷ്മതകൾ ഇസ്ലാം കൽപ്പിച്ചു. അതാ ഇസ്ലാം. ആ വ്യതിരിക്തത നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ.